ഹലോ ചങ്കുകളെ, RK ഏഞ്ചൽസിന്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ആൾക്കാർ റഹീമ കൊച്ചു. അപ്പൊ ഇന്നത്തെ വിശേഷം എന്ന് പറയാനായിട്ട് എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു സംഭവം നടക്കല്ല, ഒരു സംഭവത്തിലേക്ക് ഞാൻ പോവുകയാണ്. വേറെ ഒന്നല്ല, എന്റെ ഒരു കളിക്കൂട്ടുകാരനെ കാണാൻ പോവുകയാണ്. ഞാൻ അവന്റെ വീട്ടിൽ പോയി കാണാൻ പോകുന്നതാണ്. അപ്പൊ ആരാണെന്നുള്ളത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ ആളെ പറയുന്നില്ല കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും സോഷ്യൽ മീഡിയയിൽ സുപരിചിതനായ എന്റെ ഒരു ഫ്രണ്ടാണ്. അപ്പൊ ഞങ്ങളുടെ മാളക്കാരുടെ ഒരു മണിമുത്താണ്. അപ്പൊ നിങ്ങൾക്ക് ആരാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഞാൻ അവന്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഞാനൊരു അത്യാവശ്യത്തിന് വേണ്ടി പോണതാണ്. അപ്പൊ നിങ്ങളെ കൂടി ആളുടെ വീട്ടിലേക്ക് പോകുമ്പോൾ ആളുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ കാണിക്കാൻ ഒരു ആഗ്രഹം, അതുകൊണ്ടാണ് ഞാനിപ്പോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാനുള്ള ഒരു ജിജ്ഞാസ ഉണ്ടാവും അല്ലേ? അപ്പൊ വായ എന്റെ കൂടെ നമുക്ക് ആളെ കാണാം. ഓക്കെ, सच सच थोड़ा रुको, ये हेलमेट छोड़ दिया ना. എന്റെ ഭായി ഞാൻ മറന്നുപോയി. नो प्रॉब्लम. ओके, എന്റെ കാര്യത്തിൽ എന്തൊരു ജിജ്ഞാസയാണ് ഭായിക്ക്. ओके ओके ओके. താങ്ക് യു ഭായി. നേരെ പോണോ? നല്ല പോണോ? ഓക്കെ ഓക്കെ. ആ ഭായി, ഞാൻ വരുമ്പോഴേക്കും ആ മുറ്റത്താ ഇത് പുല്ല് പിടിച്ച ആ സൈഡ് കിടക്കുന്നില്ലേ, അതൊന്ന് ചെത്തി ക്ലീൻ ആക്കിയിരുന്നേ, മറക്കണ്ടാട്ടാ. ഉസ്തര. ഓക്കെ ഓക്കെ. ടാറ്റാ സേജ്. അപ്പൊ ചങ്കളെ, ഞാൻ പറഞ്ഞ സ്ഥലത്ത് ഞാൻ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇപ്പോഴും നിങ്ങൾക്ക് ആരാണെന്നൊരു പിടുത്തം കിട്ടുന്നുണ്ടാവില്ല അല്ലെ? അപ്പൊ ഞാൻ ഇവന്റെ വീട്ടിലേക്ക് ആദ്യമായിട്ട് വരുന്നതാണ് കേട്ടോ. കാരണം കുട്ടിക്കാലത്ത് ഇവന്റെ വീട് മാളയിലായിരുന്നു. ഞങ്ങൾ മാളയിൽ ഒരു നാട്ടുകാരാണെങ്കിലും കുട്ടിക്കാലം മുതൽ കണ്ടു വളർന്ന ആൾക്കാരാണെങ്കിലും ജിജോന്റെ ഇപ്പോഴത്തെ വീട് എനിക്ക് അറിയില്ല. അപ്പൊ ജിജോ എന്ന പേര് പറഞ്ഞ നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല. അപ്പൊ ഞാൻ ആളെ കാണിച്ചു തന്നിട്ട് ആളാരാണെന്ന് നമുക്ക് പറയാം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല ആളാരാണെന്ന്. അപ്പൊ ഞാൻ അവന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് ഇറങ്ങിച്ചെല്ലാം. ഓക്കെ. അപ്പൊ ചങ്കളെ, നമ്മുടെ ചങ്കിന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഈ വീട് നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായിരിക്കും. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഈ ജാതിത്തോട്ടമൊക്കെ കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഏകദേശം ആരായിരിക്കും എന്നുള്ളതല്ലേ. എന്നാലും കുഴപ്പമില്ല ചങ്കളെ, ഞാൻ നിങ്ങൾക്ക് ആളെ കാണിച്ചിരിക്കും, സസ്പെൻസ് വിടുന്നില്ല. അവനവിടെ എന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പൊ മക്കളൊന്നുമില്ലല്ലോടാ, ഒക്കെ സ്കൂളിൽ പോയില്ലേ? മക്കളെ കാണാൻ പറ്റാത്തൊരു വിഷമമുണ്ട്. അപ്പൊ ഈ ആളെ നിങ്ങൾക്ക് അറിയോ ചങ്കളെ? ആരത്? നമ്മുടെ മാളക്കാര മുത്താണ്, കുഞ്ഞുമോൻ. ഇപ്പൊ മനസ്സിലായില്ല ആരാണെന്നുള്ളത്? നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതനായ നമ്മുടെ ഫേമസ് താരം കുഞ്ഞുമോനാണ്. അപ്പൊ കുഞ്ഞുമോന്റെ കുഞ്ഞുമക്കൾ ആരും ഇല്ല കേട്ടാ. അപ്പൊ ഞാൻ ജിജോന്റെ വീട്ടിലേക്ക് കയറിയാണ്. അപ്പൊ ചങ്കളെ, ഞങ്ങള് ചെറുപ്പം മുതലേ പരിചയമുള്ളതാണ്. ഞങ്ങൾ ഒരേ നാട്ടുകാരാണ്. പിന്നെ കുട്ടിക്കാലം മുതൽ കണ്ടു വളർന്നേക്കുന്ന ആൾക്കാരാണ് കേട്ടോ. പക്ഷെ ജിജോന്റെ ഈ വീട്ടിൽ ഞാൻ ആദ്യമായിട്ട്, കാരണം ജിജോ പണ്ട് കുട്ടിക്കാലത്ത് താമസിച്ചിരുന്നത് മാളയിലാണ് താമസിച്ചിരുന്നത്. മാള CMS LP സ്കൂളിന്റെ അടുത്ത് താമസിച്ചിരുന്നത്. അപ്പൊ ജിജോന്റെ വീടിന്റെ ഉമ്മറത്ത് കൂടിയാണ് ഞങ്ങൾ സ്കൂളിലൊക്കെ പോണത്. അപ്പൊ അന്നേ മുതൽ ജിജോനെ ഞങ്ങൾക്ക് അറിയുന്നതാണ്. അപ്പൊ ഇനി നമുക്ക് ജിജോന്റെ വിശേഷങ്ങളിലേക്കൊക്കെ പോകാം. അപ്പൊ കുറച്ചു നേരം ഞങ്ങളൊന്ന് സംസാരിക്കട്ടെ കേട്ടാ. അല്ല ജിജോ? അപ്പോൾ ഒരു അത്യാവശ്യ കാര്യമായിട്ടാണ് ഞാൻ ജിജോന്റെ അടുത്തേക്ക് വന്നത്. കുറച്ച് ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ടായിരുന്നു നമുക്ക്, യൂട്യൂബിനെ പറ്റിയൊക്കെ ഫേസ്ബുക്കിനെ പറ്റിയൊക്കെ. അപ്പോൾ അതിനെപ്പറ്റി അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജിജോന്റെ അടുത്ത് വന്നത്. അപ്പോൾ അവിടെ ജിജോന്റെ അപ്പച്ചനുണ്ടായിരുന്നു. അപ്പച്ചന് നമുക്കൊരു ഹായ് ഒക്കെ തന്ന് അങ്ങനെ ഞങ്ങൾ പഴയ കാല ഓർമ്മകളിലേക്ക് പോയി. ഒത്തിരി പഴയ എന്താ പറയുക, സ്കൂളിൽ പഠിക്കുമ്പോഴുള്ള കാലഘട്ടം, അതായത് വളരെ ചെറുപ്പകാലത്ത് മാളയിലൊക്കെ ഓടിച്ചാടി നടന്നിരുന്നൊരു സമയമുണ്ട്. ആ സമയത്ത് കുറേ സ്കൂൾ വിശേഷങ്ങളും പിന്നെ നാട്ടിലെയും വീട്ടിലെയും പിന്നെ നമ്മൾ സോഷ്യൽ മീഡിയനെ പറ്റി കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ട് ചങ്കളെ. അപ്പോൾ എനിക്ക് മെയിനായിട്ട് യൂട്യൂബ് ചാനലിനെ പറ്റിയൊന്നും വലിയ പിടിപാടുണ്ടായിരുന്നില്ല. അപ്പോൾ ജിജോ ആണെങ്കിൽ അതിനെപ്പറ്റിയുള്ള ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് തന്നെ. പിന്നെ അതുപോലെ ഫേസ്ബുക്ക് പേജിനെ പറ്റിയും കുറച്ച് ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എനിക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ അങ്ങനെ ജിജോൻ്റെ അമ്മേനെ പരിചയപ്പെട്ട്, അമ്മ സുഖമില്ലാണ്ട് കിടപ്പാണ്. അപ്പം അമ്മേനെ കണ്ട് പരിചയപ്പെട്ട്, പിന്നെ ജിജോൻ്റെ വൈഫിനെ പരിചയപ്പെട്ട്. പിന്നെ ആകെ ഒരു വിഷമം എന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളുണ്ടായില്ല. മക്കൾ 3 പേരും സ്കൂളിൽ പോയേക്കായിരുന്നു. അപ്പം എൻ്റെ ഏഞ്ചൽസിനെ പോലെ തന്നെ 3 ഏഞ്ചൽസാണ് ജിജോനും ഉള്ളത്. അപ്പം എന്തായാലും ഒരുപാട് സന്തോഷമായി. കുറേ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ പറ്റി ഞങ്ങൾക്ക്. പക്ഷെ അതിൻ്റെ ഒന്നും ഓഡിയോ എനിക്ക് ഇടാൻ പറ്റില്ല ചങ്കളെ, സോറി കേട്ടോ. അത് വേറെ ഒന്നും ഉണ്ടല്ലോ ചങ്കളെ, കാരണം ഒന്നാമത് എനിക്ക് മൈക്ക് ഉണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ ഓഡിയോ ഇടാൻ പറ്റാഞ്ഞത്. അതാണ് ഇപ്പം ഞാൻ വോയിസ് ഓവർ ചെയ്യണത് ചങ്കളെ.
അപ്പൊ എന്തായാലും ഒത്തിരി സന്തോഷമായി. പിന്നെ എനിക്ക് ഇവിടെ ജിജോന്റെ അടുത്ത് ചെല്ലുമ്പോ എന്ന് വെച്ചുകഴിഞ്ഞാല് എന്താ പറയാ, വർഷങ്ങൾക്ക് ശേഷം കാണുന്നതല്ലേ, ഞങ്ങൾ സ്കൂളിലൊക്കെ വെച്ച് കണ്ട് സംസാരിക്കുമെങ്കിലും ഞങ്ങൾ ഇങ്ങനെ അത്രയും അടുത്ത് ഞങ്ങൾ ഒരുപാട് കാര്യങ്ങളൊന്നും സംസാരിച്ചിരുന്നില്ല. ജസ്റ്റ് സ്കൂളിലൊക്കെ വെച്ച് കാണുമ്പോൾ ഒരു ഹായ് പറയും, എന്തെങ്കിലും ഒരു ഇതൊക്കെ പറയുന്നല്ലാണ്ട് വേറെ വിശേഷങ്ങളൊന്നും പറയാൻ പറ്റിയിരുന്നില്ല. അപ്പൊ ഇന്ന് ചെന്നപ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ വിശേഷങ്ങൾ പറയാൻ പറ്റി, ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റി. പിന്നെ എന്നെ പറ്റിയും കുറെ വിശേഷങ്ങളൊന്നും ജിജോന് അറിയില്ലായിരുന്നു, ഞങ്ങളവിടെ താമസിക്കണം, ഇപ്പൊ എന്താ ചെയ്യണമെന്നൊന്നും. അപ്പൊ അങ്ങനെയൊക്കെ ഒത്തിരി വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടാ. അപ്പൊ ഇതാണ് നമ്മ ജിജോന്റെ വീഡിയോയിൽ കണ്ട ഒരു രൂപക്കൂടാണ്. അപ്പൊ ഇതും കൂടി കാണാൻ ഭയങ്കര ആഗ്രഹത്തോടു കൂടി ഞാൻ പോയത് ചങ്കളെ. അപ്പൊ അതും കാണാൻ സാധിച്ചു. അപ്പൊ ചങ്കളെ, ഞാന് ജിജോന്റെ വീഡിയോയില് ഞാൻ ഈ രൂപക്കൂട് കണ്ടിരുന്നു. അപ്പൊ ഭയങ്കര ആഗ്രഹമായിരുന്നു എപ്പോഴെങ്കിലും വന്ന് ഈ രൂപക്കൂട് ഒന്ന് കാണണമെന്ന് നേരിട്ട്. അപ്പൊ നമ്മൾ ഈ രൂപക്കൂട് കണ്ടില്ലേ, മാതാവിന്റെ രൂപക്കൂടാണ് ട്ടാ. അപ്പൊ എല്ലാവർക്കും സർവൈശ്വര്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ജിജോന്റെ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ് ചങ്കളെ. അപ്പൊ ഞാനിവിടെ നിന്ന് ഇറങ്ങിയാണ്, ഒരുപാട് സന്തോഷത്തോട് കൂടിയിട്ടാണ് ഞാൻ ജിജോന്റെ അടുത്തുനിന്ന് പോണത്. ഇങ്ങോട്ട് വന്നടാ. അപ്പൊ ഒത്തിരി സന്തോഷത്തോട് കൂടിയാണ് ഞാൻ ജിജോന്റെ വീട്ടിൽ നിന്ന് പോണത്. അപ്പൊ എല്ലാവർക്കും ഒരു ഹായ് കൊടുത്തേക്ക്. അപ്പൊ എന്നെ സപ്പോർട്ട് ചെയ്യുന്നു പറഞ്ഞേ. ഓക്കെ ചങ്കളെ, അപ്പൊ ടാറ്റാ ബൈ ബൈ. ഇനിയിപ്പോ മണക്കുണ്ടോ? ഞാൻ പറഞ്ഞ ചങ്ങാതി വിളിച്ചോണ്ടിരിക്കണം. അപ്പൊ ചങ്കളെ, ഒത്തിരി സന്തോഷത്തോട് കൂടിയാണ് ഞാൻ ജിജോന്റെ വീട്ടിൽ നിന്ന് പോണത്. ജിജോന്റെ പപ്പേനെ കണ്ടു, മമ്മേനെ കണ്ടു, വൈഫിനെ കണ്ടു, പരിചയപ്പെട്ട്. ജിജോന്റെ വൈഫിനൊക്കെ നമുക്കറിയാം, കാരണം ജിജോന്റെ മോള് പഠിക്കുന്നത് എന്റെ ഇളയ മോളുടെ കൂടെയാണ് ഒരാൾ പഠിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്കൂളിലൊക്കെ വെച്ച് കാണാറുണ്ട്. അപ്പൊ ഓക്കെ ചങ്കളെ, അപ്പൊ RK ഏഞ്ചൽസിന്റെ ഇന്നത്തെ വിശേഷം ഇതാണ്. നമ്മുടെ കുഞ്ഞുമോന്റെ വീട്ടിൽ നിന്നാണ് ഞാനിപ്പോ സംസാരിക്കുന്നത്. അപ്പൊ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം ചങ്കളെ. അപ്പൊ RK ഏഞ്ചൽസിന്റെ പുതിയ വിശേഷങ്ങളുമായിട്ട് അടുത്ത വട്ടം കാണാം ചങ്കളെ. അപ്പൊ ടാറ്റാ ബൈ ബൈ.